ചേച്ചി നമുക്ക് ഈ ഇരുവശത്തേ കുറച്ച് ചെടി വാങ്ങിച്ചു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ചെടി വാങ്ങിച്ചു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. അവസാനം ആ ചെടി കരിഞ്ഞു പോകും. അത് ശരിയുണ്ടോ? ഈ പറഞ്ഞ ലച്ചു ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കൂല. അത് ശരി. ഇല്ലാത്ത ചെടിക്കും ഒഴിക്കാത്ത വെള്ളത്തിന് കുറ്റം എനിക്ക്. എന്താണ് ആ മക്കളെ കുട്ടാൻ വന്ന് ചൂലം കൊടുക്ക്. വന്നതാ പാടെ. എന്താ പകടം? ചൂല കൊടുക്കോളെ. ഇട മക്കളെ, കുട്ടുവാനിതൊക്കെ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങിക്കോളുക. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ അളിയെന്നെ എവിടെയായിട്ട് തട്ടിക്കളിക്കുകയാണ്. ഇത് ബോളാ തട്ടിക്കളിക്കാൻ. ഒരുതരം പുരുഷ വിദ്വേഷം ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. കുട്ടുവാമൻ ആ ചൂല് വാങ്ങിയെങ്കിലും കുട്ടുവാമനിലെ പുരുഷ മേൽക്കോയ്മ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയല്ലേ? നടു വളയൂല നിന്റെ. കിട്ടി ലൈസൻസ് ഉൾപ്പെടെ എല്ലാം കിട്ടി. കിട്ടിയാ? ഇനി ഇതും കൂടെ കിട്ടാനുള്ളായിരുന്നു. ലൈസൻസ് കിട്ടി. അച്ഛോ എല്ലാം കിട്ടിയാ? എല്ലാം കിട്ടി മക്കളെ. ആധാർ കാർഡ് കിട്ടി, പാൻ കാർഡ് കിട്ടി, എല്ലാം കിട്ടി. ലൈസൻസ് കിട്ടാണ് ഇത്തിരി താമസിച്ചത്, എന്നാലും കിട്ടിയല്ല. അങ്ങനെ ഞാൻ വീണ്ടും കംപ്ലീറ്റ് മാനായി. മനസമാധാനമായി. ഇനിയിപ്പോ അതിന്റെ പേരിലൊരു ചർച്ചയെ വേണ്ട. പക്ഷെ എന്നാലും ലോട്ടറി പോയെന്ന് അറിഞ്ഞപ്പോഴേ ഒരു വിഷമടാ. ഇത് നേരെ ചൊവ്വേ പോവൂല. ഫോൺ സൈറ്റിൽ നിന്ന് മുഴുവൻ മേശരി. എന്ത് മേശരി? എവിടെ കിടന്ന്? തടി കിടയല്ല. ഞാൻ പറഞ്ഞു എവിടെ പോണ? സൈറ്റില്. ഇപ്പൊ ഇതിന്റെ സൈറ്റിൽ പോണ? തടിയുടെ ഇടയിൽ എന്റെ ബാഗ് കിടന്നു. മുറിയ മേശരി കണ്ട് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പോയിട്ട് എടുത്തോണ്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ ബാഗ് കിട്ടി. ചേട്ടാ, സർവ്വ സാമഗ്രികളും കിട്ടി കഴിഞ്ഞപ്പോ ബാഗ് കിട്ടിയെന്ന്. അങ്ങനെ പുതിയതെല്ലാം കിട്ടി. ഇതാണ് ഒറിജിനല്. പക്ഷെ ഇത് പഴയതല്ലേ. പക്ഷെ എന്നാലും കളയാൻ മനസ്സ് പറഞ്ഞില്ല. ആധാറിന്റെ ഫോട്ടോ കേട്ടാ പഴയതിനൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ലോട്ടറി ഫോട്ടോ ഉണ്ടോ? ഉണ്ടല്ലേ? ഇതെല്ലാം കൂടെ വാരി ബാഗിൽ നിന്ന് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും നോക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. അച്ഛനെ ഇതിലിപ്പോ ഏത് യൂസ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ. അല്ല അതൊക്കെ ഓക്കെ. ഈ ബാഗ് എങ്ങനെ അവിടെ വെണ്ണലയില് മുരുകൻ മേശിയുടെ എത്തിയത്? എടാ, ഞാൻ എഞ്ചിനീയറുടെ പോയ വഴിയിലേ വെണ്ടല സൈറ്റിൽ കയറി. അപ്പോൾ അവിടെ മരപ്പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തടികളൊക്കെ കൂട്ടി വെച്ചിരുന്നു. ഞാൻ മുരുകൻ മേശ കൂടെ എൻ്റെ തടിയുടെ പുറത്തിരുന്ന് കിട്ടി തടിയുടെ പുറത്തിരുന്നേ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കിട്ടി. തടിയുടെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബാഗ് തടിയുടെ പുറത്ത് വെച്ച് തിരിച്ച് സംസാരം കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്ത് ഞാൻ ലൈസൻസ് കിട്ടി, മറന്നുപോയി. അപ്പം എന്നിട്ട് തടി ഇരുന്ന് തെന്നി അകത്ത് പോയി. അപ്പം ഇപ്പം കുറച്ച് മുമ്പേ തടി എടുക്കാൻ നേരത്ത് ബാഗ് കിടക്കണുണ്ട്. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു, എന്താണ് നീ കുറേ നേരം എന്തിന്? എല്ലാം കിട്ടാണ് 2 തടി. ഇപ്പം കിട്ടിയ അവസ്ഥായി അത് ഉപയോഗിക്കുന്ന ഒരു പിടുത്തം കിട്ടില്ല. ഇനിയിപ്പോ കിട്ടിയെന്ന് ചൊല്ലിയായിരിക്കും അടുത്ത ടെൻഷൻ. ഇതെല്ലാം കൊണ്ട് വാരിട്ട് ഇത് കൊണ്ട് എവിടെ പോവാ? ഇനി കൊണ്ടേ കളയാൻ പറ്റാ. മേടിച്ചോക്കടാ ഇത്. കൊടുക്കല്ലേ ചേച്ചി, കൊടുക്കല്ലേ. എന്നെ പിടിച്ചോ. എത്ര ദിവസം മുമ്പ് കാണാതെ പോയ ബാഗാണ് തിരിച്ചെൻ്റെ അടുത്ത് വന്ന. എന്താ, ഞാനും ഈ ബാഗുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട്. ഇനി ഞാൻ വച്ചേക്കാം. ഞാനും എൻ്റെ ബോട്ടും പോലെ അല്ലേ? പാവം ബാഗ്, പാവം ബോട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.